വേറൊന്നും ഇവിടെ ശരിയായ രൂപത്തിൽ പറയുകയുണ്ടായി. സിനിമകളുടെ കാര്യം, സീരിയലുകളുടെ കാര്യം. അത് വലിയ തോതിലുള്ള ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുകയാണ്. പോലീസിൻ്റെ ഒരു റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, ആ എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ ഏതോ ഒരു സിനിമയിൽ ഒരു നടൻ വന്നിട്ട് അപ്പോൾ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ അയാളൊരു റൗഡിയാണ്, മറ്റേയാളെ കുട്ടികളെ അത് കണ്ടിട്ട് കുട്ടികൾ ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. കണ്ടില്ല എന്നുള്ളതല്ല, ഇങ്ങനൊരു അവസ്ഥയുണ്ട് എന്നർത്ഥം. ആ സിനിമ ഞാൻ കാണാൻ റെഡിയായിരുന്നു, ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ സീരിയലും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ്. ഇവിടെ ശരിയായ രീതിയിൽ പറഞ്ഞു, ഈ വയലൻസ് ഒരു ആഘോഷിക്കപ്പെടുന്ന നില. ഇത് സ്വാഭാവികമായും പരിശോധിക്കാനാവണം. പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ്. അവരെന്താ പരിശോധിക്കുന്നത് നമുക്കറിയില്ല. ഏതായാലും നമ്മളാ കാര്യം ഉയർന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തിയെന്നാണ് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ അക്രമവും കൊലയും നടത്തുന്ന ആൾ ഹീറോ എന്നൊരു നില, അത് ഒരു തരം ഹീറോ വർഷിപ്പ്. അതിൻ്റെ ഭാഗമായി എല്ലാവരെയും തല്ലി ഒതുക്കലാണ് ഒരു മഹത്വം. അങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുട്ടി. ഇങ്ങനെയൊക്കെ മാറുകയാണ് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ. അപ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥ ഈ തരത്തിലാകുന്നതിന് പല കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. അതിലൊന്ന് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിൽ വന്ന മാറ്റങ്ങൾ, രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റങ്ങൾ, പിന്നെ ധൂർത്ത്, അത്തരം ജീവിത രീതികളോടുള്ള ആസക്തി, സന്തോഷം എവിടെയുണ്ടോ അതൊക്കെ സ്വന്തമാക്കണം എന്ന ചിന്ത കുട്ടിക്ക്. ഇതെല്ലാം പല കാരണങ്ങളാണ്. നമ്മുടെ ഈ ഇല്ലായ്മയുടെ ഭാഗമായിട്ടൊക്കെ വളർന്നു വരുന്നൊരു ശീലം പണ്ടുണ്ടായിരുന്നല്ലോ, അതങ്ങ് പോയല്ലോ. എല്ലാം പിടിച്ചടക്കണം, എല്ലാം കിട്ടണം, എല്ലാം തൻ്റേതാകണം എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയാണല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ഞാൻ പിന്നെ പഴയ കഥയിലേക്ക് പോകും. അപ്പോൾ അത് കഥയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, പോട്ടെ. അല്ല, ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു 1-2 ഷർട്ടേ ഉണ്ടാവും. അപ്പോൾ അന്നത് വേറെ ഷർട്ട് വേണമെന്ന് തോന്നില്ലല്ലോ, മറ്റത് നല്ല തോന്നുന്നില്ലല്ലോ. അതിൻ്റെ ചില കഥകളുണ്ട്, ആ കഥകളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല, ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ പഠനം ജീവിതത്തിൽ ഭൗതിക നേട്ടത്തിനുള്ള ഒന്നായി മാത്രം കാണുന്നൊരു നിലയിലേക്ക് വരുന്നില്ലേ? അതാണ് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. ആദ്യം ഒരു മനുഷ്യനാവേണ്ടത് എന്താ? നല്ല മനുഷ്യനാണ്. ആ നല്ല മനുഷ്യനാവുക എന്നതിന് ജീവിത മൂല്യങ്ങൾ, ആ മൂല്യസത്തകൾ നല്ല രീതിയിൽ കുട്ടിയിൽ പകരാൻ പറ്റണം. അതിനുതകുന്ന കവിതകൾ, കഥകൾ, സാഹിത്യകൃതികൾ, ഇതൊക്കെ സിലബസിൻ്റെ ഭാഗമാകണം. ഞാനടക്കം എല്ലാവരും സ്കിൽഡ് തൊഴിലാളിയെപ്പറ്റി പറയുന്നുണ്ട്, ആ സ്കിൽ വർദ്ധിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ സ്കിൽഡ് മനുഷ്യനെ നമുക്ക് സൃഷ്ടിക്കാനാവണം. മനുഷ്യത്വം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. പഴയകാലത്ത് സ്കൂളുകളിൽ നല്ല ശമരിയാക്കാരൻ്റെ കഥ പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. കൊല്ലുന്നതും എങ്ങനെ ജീവികളെ, ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ കാവ്യശകലമാണ്, അത് പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. കോപം കൊണ്ട് ശപിക്കരുതാരും, അങ്ങനെയെല്ലാമുള്ള കാവ്യശകലങ്ങൾ പാഠങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം നല്ലതുപോലെ ഊന്നൽ നൽകണം. നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടാവണം എന്ന ഭാഗം, ദുഷ്ടസംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം എന്നൊക്കെയുള്ള ഭാഗം, നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ, ഇതൊക്കെ
എന്താണെന്ന് കുട്ടികൾ അറിയണം, കുട്ടികളെ മനസ്സിലാക്കിക്കുന്ന നിലയുണ്ടാവണം. അപ്പോൾ ജീവിത മൂല്യ സത്ത കുഞ്ഞുങ്ങളിൽ ഉൾച്ചേർക്കാൻ ഇതൊക്കെ ഉപകരിക്കും. അതോ അങ്ങനെയാണ് അറിവുള്ളവർ എന്നതിനൊപ്പം കനിവുള്ളവർ കൂടിയായ തലമുറയായിട്ട് മാറുക. അതിനാണ് നമ്മൾ പാഠ്യ രംഗത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സിലബസ്, കരിക്കുലം, ഇതിലെല്ലാം ജീവിത പാഠങ്ങൾ, മോറൽസ് ഇതൊക്കെ ഇല്ലാതാവുന്നുണ്ടോ? അത് അറിവ് സമ്പാദനത്തിൽ മാത്രമായി പരിമിതപ്പെട്ടു പോകുന്നുണ്ടോ? ഇതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്.